കെ എം ഷാജഹാൻ, നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഷാജഹാൻ, ടി പി ചന്ദ്രശേഖരൻ കേസിൽ ഒരു വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടില്ല എന്നാണ് നിയാസ് പറഞ്ഞു വെക്കുന്നത്. അത് ശരിയാണോ? അല്ല, ഇതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്. ടി പി ചന്ദ്രശേഖരൻ കേസിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CPM-ൻ്റെ നേതാക്കന്മാർ പ്രതികളാകുന്നത്. അതിൽ PK കുഞ്ഞനന്ദൻ പ്രതിയായി, KC രാമചന്ദ്രൻ പ്രതിയായി. അതിൻ്റെ അപ്പീൽ വന്നപ്പോഴത്തേക്കും ഒരു കൃഷ്ണനും ഒരു ബാബുവും 4 CPM നേതാക്കന്മാർ ഒരു കേസിൽ പ്രതിയാകുന്ന ഒരു സംഭവം രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ കേരളത്തിൽ നടാടെയായിരുന്നു എന്നുള്ള കാര്യം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. വളരെ സ്തുത്യർഹമായിട്ടുള്ള രീതിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ആ കേസിൽ പ്രതികളെ സമയബന്ധിതമായി പിടിച്ചു. 2012-ലാണ് കൊലപാതകം നടന്നത്. 2014 ആയപ്പോഴത്തേക്കും വിധി വന്നു. എന്നാൽ അതേസമയം തന്നെ ഈ പറഞ്ഞതുപോലെ കുഞ്ഞനന്ദന് മുകളിലേക്ക് അത് പോയില്ല. അതും നിർണായകമാണ്. കാരണം CPM-ൻ്റെ സംസ്ഥാന നേതൃത്വം അറിയാതെ, സംസ്ഥാന നേതാക്കൾ അറിയാതെ ഒരു കാരണവശാലും ഇതുപോലൊരു കൊലപാതകം നടക്കില്ല. CPM-ൻ്റെ കണ്ണൂരിലെയും ഈ പറഞ്ഞ പോലെ കോഴിക്കോടിലെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അറിവില്ലാതെ ഇതുപോലൊരു കൊലപാതകം നടത്താൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത്. അപ്പം അതിനകത്ത് ഒരു പോസിറ്റീവുമുണ്ട്, ഒരു നെഗറ്റീവുമുണ്ട്. എനിക്കിനി ഒറ്റ കാര്യം കൂടെ പറയാനുള്ളത്, ഈ കേസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കേസിൽ CPM-ഉം കോൺഗ്രസുമായി അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതിൽ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന മുഴുവൻ സാക്ഷികളും കൃത്യമായി ഈ കേസിൽ മൊഴി പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാക്ഷി പോലും കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന ഒരു സാക്ഷി പോലും ഈ കാര്യത്തിൽ മൊഴി മാറ്റിയതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന മുഴുവൻ സാക്ഷികളും കൃത്യമായ മൊഴി പറഞ്ഞ സാഹചര്യത്തിൽ ഇത് കോൺഗ്രസും CPM-ഉം കൂടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറയുന്നതിനകത്തുള്ള യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് 10 പ്രതികൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് CBI ആണ് എന്നാണ് എൻ്റെ വാദം.